ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഹംബലി മദ്ഹബിന്റെ ഇമാമായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം ഒരിക്കൽ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തോട് സംശയം ചോദിച്ചു. സംശയം ഇതാണ്: അത്തവല്ലതു ബിൻ മാഇൻ നൂറ, ചുണ്ണാമ്പ് കലർന്ന വെള്ളം കൊണ്ട് ഒതു ചെയ്യാവൂ എന്നാണ് അദ്ദേഹത്തിന് സംശയം. അപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലാ ഉഹിബ്ബു ദാലിക, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒതു ചെയ്യാന്നും പറഞ്ഞില്ല, ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മറുപടി തന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, അത്തവല്ലതു ബിൻ മാഇൽ ബാഖില്ല, പച്ചക്കറി കഴിയ വെള്ളം കൊണ്ട് ഒതു എടുക്കാവൂ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റേ അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലാ ഉഹിബ്ബു ദാലിക, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ചെയ്യാമെന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. ഈ രണ്ട് ചോദ്യം ചോദിച്ച് മറുപടി കേട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ നേരത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മാതാ തഖൂലു ഇദാ ദഖൽതൽ മസ്ജിദ, പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന നിനക്കറിയാമെന്ന് ചോദിച്ചു. ഫസക്കത്ത, അപ്പോൾ അദ്ദേഹം വേണ്ടിയില്ല, അദ്ദേഹത്തിനറിയില്ല. വീണ്ടും ചോദിച്ചു, മാതാ തഖൂലു ഇദാ ഖറജതി മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഫസക്കത്ത, അതിനും അദ്ദേഹം മറുപടി നൽകിയില്ല, അതും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, നീ ഇതൊക്കെ പോയി പഠിക്കും. ഈ ചുണ്ണാമ്പ് കലർന്ന വെള്ളം കൊണ്ട് ഒന്നു കൊടുക്കാവോ, പച്ചക്കറി കഴിയ വെള്ളം കൊണ്ട് ഒന്നു കൊടുക്കാവോ, ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ കയറിയാൽ എന്താ പറയേണ്ടത്, പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ എന്താ പറയേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്ക് പോയി പഠിക്കാൻ വേണ്ടി പറഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് പഠിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ. സാധാരണക്കാരായ നമ്മൾ അറിവ് പഠിക്കാൻ തുടങ്ങുമ്പോൾ സൂക്ഷ്മമായ അറിവുകളല്ല ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പണ്ഡിതന്മാരോട് ചോദിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അതിസൂക്ഷ്മമായ കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടി തുടങ്ങേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാരോട് സംശയം ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ബാധ്യതയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. ചോദിക്കാൻ വരുന്ന ആളുടെ ലക്ഷ്യം മനസ്സിലാക്കിയായിരിക്കണം മറുപടി കൊടുക്കേണ്ടത്. എല്ലാവരോടും ഒരുപോലെയുള്ള മറുപടിയല്ല കൊടുക്കേണ്ടത്. ചോദിക്കുന്ന ആളുകളുടെ പല ലക്ഷ്യങ്ങളുണ്ടാക്കാം. ആലിമിന്റെ ഇൽമ പരീക്ഷിക്കൽ ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ മറുപടി കേട്ടിട്ട് വേറൊരാളോട് ചെന്ന് ഞാൻ വലിയൊരു ആലിമാണ്, എനിക്കിതൊക്കെ അറിയാമെന്ന് അഭിനയിക്കുന്നൊരു ലക്ഷ്യമായിരിക്കും. ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ ചോദ്യകർത്താവിനുണ്ടാക്കാം. അതുകൊണ്ടാണ് ഒരു അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി ആ മനുഷ്യന് മറുപടി കൃത്യമായി കൊടുക്കുന്നില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. തന്നെയല്ല, ചോദിക്കുന്ന ആളുകൾ ഈ ചോദ്യത്തിന് കിട്ടുന്ന മറുപടിയെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് ചോദ്യകർത്താവിനെ മനസ്സിലാക്കിയും സന്ദർഭത്തെ മനസ്സിലാക്കിയുമാണ് ആലിമികൾ മറുപടി കൊടുക്കേണ്ടത് എന്ന് ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, സ്പെയിൻ ഭരിച്ചിരുന്ന അമവി ഖലീഫമാരിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഒരു രാജാവാണ് അദ്ദേഹം ഒരിക്കൽ പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് ഭാര്യയുമായുള്ള ബന്ധത്തിലൂടെ നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഉടനെ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നു. ആ സദസ്സിൽ മാലിക്കി പണ്ഡിതനായ ഇമാം യഹിയ ഇരിപ്പുണ്ട്, ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇമാം യഹിയോട് രാജാവ് വന്ന് ചോദിക്കുകയാണ്, എനിക്കിങ്ങനെ ഒരു നോമ്പ് ഭാര്യയുമായുള്ള ബന്ധത്തിലൂടെ നഷ്ടപ്പെട്ടു പോയി, എന്താണ് അതിന്റെ പ്രായച്ചിത്തം ചോദിച്ചു. അപ്പൊ ഇമാം യഹിയ പറഞ്ഞു, 2 മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം, അതാണ് അതിന്റെ പരിഹാരം. റമദാനിലെ ഒരു നോമ്പ് ഭാര്യയുമായുള്ള ബന്ധത്തിലൂടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം, അതാണ് പരിഹാരം തോന്നുന്നത്. രാജാവ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ സദസ്സിലുള്ള പണ്ഡിതന്മാര് ഇമാം യഹിയോട് ചോദിച്ചു, നിങ്ങളെന്താണ് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്? അള്ളാഹു ഖുർആനിൽ 3 പരിഹാരം പറയുന്നുണ്ട്. ഒന്ന്, അടിമയെ മോചിപ്പിക്കുക. അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ 2 മാസം നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. 3 ഓപ്ഷനുണ്ട്, 3 ഓപ്ഷനുണ്ട്. പക്ഷെ ഇദ്ദേഹത്തോട് പറഞ്ഞത് 2 മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്താണ് മറ്റു 2ഉം പറയാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഇമാം യഹിയ പറഞ്ഞു, ഇദ്ദേഹം രാജാവാണ്, ധാരാളം കാശുണ്ട്. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ മറ്റു 2 പറഞ്ഞു, അടിമയെ മോചിപ്പിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എല്ലാ നോമ്പും ഇതുപോലെ നഷ്ടപ്പെടുത്തും. അദ്ദേഹത്തിന് ഇതിനായിരിക്കും പണി. അദ്ദേഹത്തോടൊന്ന് പറയാൻ പറ്റില്ല, അത്
അത് പൈസ ഇല്ലാത്തതാണോ മറ്റേത് പറയണത്. അതാണ് ചോദിക്കുന്ന ആൾക്കനുസരിച്ചായിരിക്കണം മറുപടി, ചോദിക്കുന്ന സന്ദർഭത്തിനായിരിക്കണം മറുപടി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആലിമിലെ വിഷയത്തിൽ സൂക്ഷ്മം പാലിക്കണമെന്ന് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.